കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കൊല്ലം സുധിയുടെ മകൾക്കായി KHDC എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറോസ് കോട്ടയം വീട് വെച്ച് നൽകിയത്. 1050 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീട് സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, ഡൈനിങ്, 3 ബെഡ്റൂം, കിച്ചൺ, വാഷിംഗ് ഏരിയ, 2 അറ്റാച്ച്ഡ് ബാത്റൂം, പുറമെ ഒരു കോമൺ ബാത്റൂം എന്നിങ്ങനെ വിവിധ സൗകര്യങ്ങളുള്ള ഒരു വീടാണ്. എന്നാൽ ഇപ്പോൾ വീടിൻ്റെ പലയിടങ്ങളിലായി ചോർച്ചയുണ്ടെന്ന് പറയുകയാണ് സുധിയുടെ ഭാര്യ രേണു സുധി. വീടിന് ചോർച്ചയുണ്ട്. ചില്ലിട്ട ഭാഗത്തു കൂടി മഴ പെയ്യുമ്പോൾ നല്ല ചോർച്ച വരുന്നുണ്ട്. അത് പരിഹരിക്കാൻ പറ്റുമോ എന്നതിനെപ്പറ്റി എനിക്ക് വിശദമായി അറിഞ്ഞിട്ടില്ല. നല്ലൊരു വീടാണ് അവർ ഞങ്ങൾക്ക് തന്നത്. എല്ലാവരും പറയാറുണ്ട്, ദാനം കിട്ടിയ വീടല്ലേ, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ കമൻ്റ് ഒരുപാട് വരുന്നതും ഞാൻ കണ്ടു. ശരിയാണ്, എനിക്ക് ദാനം കിട്ടിയ വീട് തന്നെയാണ്. അവർ ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഞങ്ങൾക്കല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തത് വലിയ കാര്യം തന്നെയാണ്. അതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എന്നാലും മഴ പെയ്യുമ്പോൾ ചോരുന്നുണ്ട്. അത് നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. മോൻ കിടക്കുന്ന സ്ഥലത്ത് ചോർച്ചയുണ്ട്, ഹാളിലും ചോരുന്നുണ്ട് എന്നാണ് രേണുസുധി പറയുന്നത്. വീഡിയോ വൈറലായതോടെ വീട് നിർമ്മിച്ച് നൽകിയ ഫിറോസ് പ്രതികരിച്ച് രംഗത്ത് വന്നു. വീട് ചോരുന്നുണ്ടെന്ന് രേണു പറഞ്ഞു കണ്ടിരുന്നു. പക്ഷേ സത്യത്തിൽ ആ വീട് ചോരുന്നില്ല. പച്ചക്കള്ളമാണ് രേണു പറയുന്നത്. 100-ലേറെ 200% ഉറപ്പാണ് ഞങ്ങൾക്ക് അത് പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ വീട് വെച്ച് നൽകിയത്. സുധിയുടെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത വീടാണത്. ചോരുന്നു എന്ന് അവർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലോക്ക് ലൂബേഴ്സ് വരുന്നുണ്ട്. ആ സെയിം ലൂബേഴ്സ് അതിൻ്റെ വശത്തിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ലൂബേഴ്സിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഗ്യാപ്പുണ്ട്. ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളത്തുള്ളികൾ ചാറ്റിൽ വീഴുന്നതാണ് വരുന്നത്. അതിനെയാണ് ചോരുന്നതായി അവർ പറയുന്നത്. ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീടിന് ഒരു ക്വാളിറ്റി കുറവും ഇല്ല എന്നാണ് ഫിറോസ് പറയുന്നത്. എല്ലാ വർഷവും ഒരു വീട് അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ വെച്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് സുധിയുടെ മക്കൾക്കും വീട് വെച്ച് കൊടുത്തത് എന്നാണ് ഫിറോസ് പറഞ്ഞത്. വിഷയത്തിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബർ ബി ഹിയർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധയാവുകയാണ്. വീട് പണിത് കൊടുത്ത ഫിറോസ് എന്ന വ്യക്തിയെ രേണുവിൻ്റെ വീഡിയോ കണ്ട ശേഷം ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. വളരെ മനസ്സ് വിഷമിച്ചാണ് ആ വ്യക്തി എന്നോട് സംസാരിച്ചത്. അവസാന നിമിഷങ്ങളിൽ ആ വീട് പണിയാൻ കാശ് തികയാതെ വന്നപ്പോൾ പുള്ളിയുടെ സ്വന്തം കയ്യിൽ നിന്നും ബാക്കി പണം കൂടി ഇട്ടാണ് ആ വീട് പണി പൂർത്തിയാക്കിയത്. അങ്ങനെ ചെയ്ത് തന്നൊരു മനുഷ്യനെ പറ്റി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഇത്രത്തോളം കള്ളം പറഞ്ഞ് പറയാവുന്ന രേണുവിന് ഉളുപ്പില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം രേണു ഇതുവരെയും ആ വീടിൻ്റെ വില മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കുന്നുവെങ്കിൽ ആ വീട് ഒരിക്കലും അങ്ങനെ കിട്ടില്ലായിരുന്നു. ആ വീടിൻ്റെ കോലവും കാര്യങ്ങളും നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാണ് പ്രതികരിച്ചും അദ്ദേഹം രംഗത്ത് വന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.